അമേരിക്ക നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ദീർഘദൂര ആക്രമണങ്ങൾ നടത്തുന്നതിന് യുക്രൈനു മേലുള്ള വിലക്ക് നീക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് യു.എസ്. പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചത്. അമേരിക്ക നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ അനുമതി നൽകണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി മാസങ്ങൾക്ക് മുൻപ് തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ 2 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് ബൈഡന്റെ തീരുമാനം. ഉത്തര കൊറിയയിൽ നിന്നുള്ള 10,000-ലേറെ സൈനികർ റഷ്യൻ സേനയോടൊപ്പം യുദ്ധമുന്നണിയിലെത്തിയത് കണക്കിലെടുത്താണ് നയമാറ്റം. നിലവിൽ റഷ്യയ്ക്കുള്ളിൽ യുക്രൈൻ നടത്തുന്ന ആക്രമണങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ചാണ്. റഷ്യയ്ക്കെതിരെ യു.എസ്. നിർമ്മിത മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈന് അനുമതി നൽകിയത് നിലവിലെ സാഹചര്യങ്ങളെ വഷളാക്കുന്നതും കൂടുതൽ ഇടങ്ങളിലേക്ക് സംഘർഷം വ്യാപിപ്പിക്കാൻ കാരണമാകുന്നതുമാണെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ പറഞ്ഞു. ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിക്കാൻ യുക്രൈൻ തീരുമാനിച്ചാൽ റഷ്യയും അതിന് അനുസൃതമായ തീരുമാനങ്ങൾ സ്വീകരിക്കുമെന്ന് പുടിൻ പറഞ്ഞതായും പെസ്കോവ് വ്യക്തമാക്കി. റഷ്യയെ ആക്രമിക്കാൻ യുക്രൈൻ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചാൽ അത് അമേരിക്കയുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അത്തരമൊരു നീക്കമുണ്ടായാൽ മറ്റൊരു മഹായുദ്ധത്തിനായിരിക്കും ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. റഷ്യയിൽ നിന്ന് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.